ലോഗോസ് ട്രിവയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. വിജാതീയരായ എഫേസോസുകാർക്കു വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി താൻ എന്തായി തീർന്നിരിക്കുന്നു എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. ഉത്തരം: തടവുകാരൻ. 2. പൗലോസ് ശ്ലീഹ എന്തിനു വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് എഫേസോസ് 3:1 പറയുന്നത്. ഉത്തരം: ദൈവകൃപ കൈകാര്യം ചെയ്യാൻ. 3. തനിക്ക് ലഭിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഇപ്പോൾ ആർക്കു കൂടി വെളിവാക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. ഉത്തരം: വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകർക്കും. 4. പൗലോസ് ശ്ലീഹായ്ക്കും വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകർക്കും ലഭിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ആരിലൂടെ വെളിവാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്. ഉത്തരം: പരിശുദ്ധാത്മാവിലൂടെ. 5. എഫേസോസ് 3:7 പ്രകാരം പൗലോസ് ശ്ലീഹ എന്തിൻ്റെ ശുശ്രൂഷകനാണ്? ഉത്തരം: സുവിശേഷത്തിൻ്റെ. 6. തനിക്കും വിശുദ്ധന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ആർക്ക് വെളിവാക്കപ്പെട്ടിരുന്നില്ല എന്നാണ് ശ്ലീഹ പറയുന്നത്. ഉത്തരം: മറ്റു തലമുറയിലെ മനുഷ്യർക്ക്. 7. കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശു ക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകളുമായവർ ആര്? ഉത്തരം: വിജാതീയർ. 8. പൗലോസ് ശ്ലീഹ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായത് എങ്ങനെ? ഉത്തരം: ദൈവത്തിൻ്റെ കൃപാവരത്താൽ. 9. വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ എന്തിനെക്കുറിച്ച് പ്രസംഗിക്കാൻ പൗലോസ് ശ്ലീഹായ്ക്ക് വരം ലഭിച്ചു? ഉത്തരം: സമ്പന്നതയെക്കുറിച്ച്. 10. സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന എന്ത് എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനുള്ള വരം പൗലോസിന് ലഭിച്ചു? ഉത്തരം: രഹസ്യത്തിൻ്റെ പ്രവർത്തനം. 11. എഫേസോസ് 3:9 അനുസരിച്ച് വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരൻ ആര്? ഉത്തരം: പൗലോസ് ശ്ലീഹ. 12. ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ആരെ സമീപിക്കാൻ സാധിക്കും എന്ന പ്രത്യാശയും നമുക്കുണ്ട് എന്നാണ് പൗലോസ് ശ്ലീഹ 3:12 പറയുന്നത്. ഉത്തരം: ദൈവത്തെ. 13. പൂരിപ്പിക്കുക. അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. ഉത്തരം: ദൈവത്തെ സമീപിക്കാൻ. 14. എഫേസോസുകാർക്കു വേണ്ടി താൻ സഹിക്കുന്നത് എന്തെന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: പീഡകൾ. 15. ഞാൻ നിങ്ങൾക്കു വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ എന്തനുഭവിക്കരുത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ഹൃദയവ്യഥ. 16. എഫേസോസുകാർക്കു വേണ്ടി താൻ സഹിക്കുന്ന പീഡകളെ പ്രതി അവർ ഹൃദയവ്യഥ അനുഭവിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്ന പൗലോസ് ശ്ലീഹ അവരുടെ മഹത്വമായി കാണുന്നത് എന്താണ്? ഉത്തരം: പൗലോസിൻ്റെ പീഡകൾ. 17. എവിടെയുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകരണമായ പിതാവിൻ്റെ മുന്നിൽ മുട്ടുകൾ മടക്കുന്നു എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: സ്വർഗത്തിലും ഭൂമിയിലും. 18. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായത് ആര്? ഉത്തരം: പിതാവ്. 19. വിശ്വാസം വഴി ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പൗലോസ് ശ്ലീഹ തുടർന്ന് പ്രാർത്ഥിക്കുന്നതെന്താണ്? ഉത്തരം: നാം സ്നേഹത്തിൽ വേരുപാകി
അടിയുറയ്ക്കണമെന്ന്. 20 വിശ്വാസം വഴി ഹൃദയങ്ങളിൽ ആര് വസിക്കണം എന്നാണ് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം ക്രിസ്തു. 21 എല്ലാ വിശുദ്ധരോടുമൊപ്പം നമുക്ക് ഗ്രഹിക്കാൻ ശക്തി ലഭിക്കട്ടെ എന്ന് സ്ലീഹ ആഗ്രഹിക്കുന്നത് എന്ത്? ഉത്തരം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും. 22 ആരോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ ശക്തി ലഭിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം എല്ലാ വിശുദ്ധരോടുമൊപ്പം. 23 അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തിനാൽ പൂരിതമാകാൻ ഇടയാക്കട്ടെ എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ. 24 പൂരിപ്പിക്കുക. അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിൽ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. ഉത്തരം അറിവിനെ. 25 പൂരിപ്പിക്കുക. നമ്മിൽ പ്രവർത്തിക്കുന്ന നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ഉത്തരം ശക്തിയാൽ.